എന്താ വിളിക്കാത്ത കല്യാണത്തിനായിട്ട് ഫുഡ് കഴിച്ചിട്ട് പെണ്ണിനോടും ചെക്കനോടും പറയാനാ തല്ല് കിട്ടിയില്ലെങ്കിൽ ഈ വീട് വരും കേട്ടാ. അതിനു മുമ്പ് പെണ്ണിനൊന്ന് കുളിപ്പിക്കാണ്ടായിനി. കുളിപ്പിക്കാൻ ഷാമ്പൂ ഇല്ലാത്തോണ്ട് ഞാൻ സോപ്പ് പൊടി ഇട്ടിട്ടാ കുളിപ്പിച്ചിനി. കുളിപ്പിച്ച് തീരുമ്പോഴത്തേക്ക് ചങ്ങായിന്റെ വിളി, ഒന്ന് വണ്ടി ഓണന്നിട്ട്. വണ്ടി ഓണാക്കുമ്പോഴത്തേക്ക് ഞാൻ കിടന്ന ഫുൾ ചൈനീസ് ഭാഷ. കുറച്ചേരത്തേക്ക് അവന് വണ്ടിയും കൊടുത്തിട്ട് തിരിച്ചുവരുമ്പോൾ ബേസിന് 2 പൊറോട്ട മേടിച്ചിട്ട് വന്നിനെ. ഇവന്റെ വെറി കൊണ്ടാണെന്ന് അറിയില്ല, നല്ല വയറുവേന ഉണ്ടായിന് കുറച്ച് കഴിയുമ്പോൾ. അങ്ങനെ 2 പൊറോട്ട മേടിച്ച് വീട്ടിലൊന്ന് തിന്നേ. അങ്ങനെ ഞാൻ വീണ്ടും മുറ്റത്ത് വന്നിട്ട് പത്രത്തിലെല്ലാം കല്യാണം ഉണ്ടോ തപ്പാൻ തുടങ്ങി. അങ്ങനെയുടെയും കല്യാണം ഉണ്ടോ തപ്പി ഇറങ്ങിയപ്പോ സംഭവം കണ്ടേ, ദേ കിടക്കണ് കല്യാണം. പിന്നൊന്നും നോക്കിയില്ല, വണ്ടി സൈഡാക്കി ഞാൻ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് കയറി. ആദ്യം ചെറിയ ടെൻഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് മാറിയിട്ടാ. ആദ്യം പെണ്ണിനെയും ചെക്കനെയും കാണുന്നതിന് മുമ്പ് ഓസിക്ക് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു. ഇനി എങ്ങാനും അവരെ കണ്ടിട്ട് ഫുഡ് കിട്ടിയില്ലെങ്കിലോ. ഓസിക്ക് ആയോണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിട്ടാ. പിന്നെ പെണ്ണിനോടും ചെക്കനോടും കാര്യം പറയണല്ല, പിന്നെ അവരുടെ അടുത്തേക്ക് പോയി. ഫോൺ ഞാൻ ഒരുത്തിന്റെ കയ്യിൽ കൊടുത്തിട്ട് അവര് കൈ കൊടുക്കാൻ പോയി. കാര്യം ഫസ്റ്റ് അവരോട് പറഞ്ഞപ്പോ അവരെന്നെ ഞെട്ടീനിട്ടാ. അങ്ങനെ ഇന്നത്തേക്ക് ഇങ്ങനെ ഒരു ചലഞ്ച് ഇട്ടുകൊണ്ട് ഓസിക്ക് ഫുഡും കിട്ടി, കാര്യമെല്ലാം നടക്കുകയും ചെയ്തുട്ടാ. അപ്പൊ ഇതുപോലത്തെ ചലഞ്ച് വീഡിയോ കാണാൻ വേണ്ടിട്ട് നിങ്ങൾ ചലഞ്ച് കമന്റ് ചെയ്യാൻ മറക്കണ്ടാട്ടാ. ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യാനും മറക്കല്ലേ.